പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. സന്തോഷകരമായ ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കും. ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ദൈവം എന്ത് യാചിച്ചാലും നൽകുന്നവനായ ഒരു ദൈവം. നമ്മളൊക്കെ എത്രയോ പേരോട് ഓരോ ദിവസവും പല ആഗ്രഹങ്ങൾ പറയാറുണ്ട്, സഹായം ചോദിക്കാറുണ്ട്, നമ്മൾ അവരോട് ആഗ്രഹങ്ങൾ പറയാറുണ്ട്. അവരിന്നൊക്കെ നമ്മൾ പലതും പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് തരുവാൻ അവർ ശ്രമിക്കാറുണ്ട്? ഒരിക്കലും. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരുവാൻ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് കഴിയാറുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരുന്നവരാരെങ്കിലും ഇന്ന് ഭൂമിയിലുണ്ടോ? ഇല്ല എന്ന് എല്ലാവർക്കും പറയുവാൻ കഴിയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നാം ചോദിക്കുന്നതെല്ലാം നൽകുവാൻ തരുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ മറ്റുള്ള എല്ലാവരെക്കാട്ടിലും ശ്രേഷ്ഠതയേറിയതല്ലേ നമ്മുടെ ദൈവം? സ്തോത്രം. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, നല്ലതും മോശമായുള്ള ചോദ്യങ്ങളൊക്കെ. മോശമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സംശയത്തോടുകൂടെ നാം ചോദിക്കുന്ന പല ചോദ്യങ്ങൾ. പക്ഷെ നാം ചോദിക്കുന്നത് എന്തായാലും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തരുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നത് ഒക്കെ ദൈവം തരും. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? മനുഷ്യരോട് ചോദിച്ചാൽ ഒരു പക്ഷെങ്കിൽ അവർക്ക് തരാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കിയ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ നാം ചെയ്താൽ ദൈവം നമ്മൾ ചോദിക്കുന്നതൊക്കെ ദൈവം തരും. ഒന്നാമത് നാം ദൈവത്തിനായി ചെയ്യേണ്ടത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ, സ്തോത്രം, അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? ദൈവം നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നാം മറ്റുള്ളവരെ വാക്കുകൊണ്ട് പറഞ്ഞ് സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമ്മളൊക്കെ മിടുക്കരാണ്. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മൾക്കൊരു മനസ്സുണ്ടോ? കർത്താവ് ആ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് തന്റെ ജീവൻ നൽകിയ നമ്മെ സ്നേഹിച്ചത്. അവിടെയാണ് ആ സ്നേഹം, അഗപ്പേ ലവ്. നിത്യസ്നേഹത്താൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. നിത്യതയോളമാണത്. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രധാനമായ വിഷയം, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാകണം. ദൈവകൽപ്പനയോ? ദൈവത്തെ സ്നേഹിക്കുക. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവർക്കായി എന്തെങ്കിലും നീക്കിവെക്കുവാൻ, എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒന്ന്, നാം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. രണ്ടാമതോടെ പറയുന്നു, അവന് പ്രസാദകരമായ കാര്യം ചെയ്യണം. ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ദാനധർമ്മങ്ങളാൽ അല്ല നാം ദൈവത്തെ പ്രസാദിക്കേണ്ടത്. ഒന്ന്, ദൈവത്തിന് പ്രസാദകരമായ റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ വാത്സല്യ സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ
ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങളുടെ ഡെഡിക്കേഷനാണ്, അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിനു വേണ്ടി, നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിനു വേണ്ടി എങ്ങനെ കൊടുക്കണം? ജീവനുള്ളതായി കൊടുക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രായത്തിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ യാഗമെന്ന് പറയുന്നത് നമ്മൾ ജീവനോടെ തന്നെ നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക, നമ്മെ ദൈവത്തിന് സമർപ്പിക്കുക. അതാണ് ദൈവം പ്രസാദിക്കുന്ന യാഗം. നാം അത് ദൈവത്തിന് പ്രസാദകരമായാൽ തീർച്ചയായിട്ടും നാം ചോദിക്കുന്നതൊക്കെ ദൈവം എന്ത് ചെയ്യും? നമുക്ക് തരും. പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിലേക്ക് ഒരുവൻ യാഗവസ്തുവുമായി കടന്നു വരുമ്പോൾ അവൻ കൊണ്ടുവന്ന യാഗവസ്തുവിനെ പുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ വെച്ച് യാഗം കഴിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉയർന്ന പുക, അതേ പുക സുഗന്ധം മുകളിലേക്ക് ഉയരുമ്പോൾ അതേ കൊണ്ടുവന്ന യാഗവസ്തുവിനെ കൊണ്ടുവന്നവൻ അവൻ ചിന്തിക്കുന്നത്, അവൻ മനസ്സിലാക്കുന്നത്, അവൻ സന്തോഷം കണ്ടെത്തുന്നത് എന്താണ്? ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്നുള്ളതിലാണ്. എന്നാൽ പഴയ നിയമത്തിന്റെ ആ പ്രമാണങ്ങളെ എന്നേക്കുമായി മാറ്റി ദൈവം നമുക്ക് വെച്ച ഒരു കൽപ്പനയാണ് നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. ഈ പകൽക്കാലം നാം ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യം ചെയ്യുവാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ഇന്ന് പകൽ നിങ്ങൾ ചോദിക്കുന്നതിലെല്ലാം, പൗലോസ് പറയുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുക. നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ കമുർത്തി കുലുക്കി നൽകുവാൻ ദൈവം വിശ്വസ്തനത്രേ. സ്തോത്രം. ആകയാൽ ആ വിശ്വസ്തനായ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം ഒന്ന് സ്തുതിച്ചാട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അങ്ങയുടെ കൽപ്പന ഞാൻ അനുസരിക്കുവാൻ താല്പര്യപ്പെടുന്നു, അതിനായിട്ട് എന്നെ ഒന്ന് ഒരുക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. 2, ദൈവത്തിന് പ്രസാദകരമായുള്ളത് എന്താണെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ദൈവത്തിന് പ്രസാദകരമായി എന്തെന്ന് ദൈവം പഠിപ്പിക്കുമ്പോൾ ഈ വചനത്തിൽ വിശ്വസിക്കുവാനും ഈ വചനത്തിന്റെ പ്രമാണങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ഓരോന്ന് പ്രവൃത്തിയായി ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകും. നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നതും ഒക്കെ ദൈവം തരിക തന്നെ ചെയ്യും. എന്ത് യാചിച്ചാലും അവങ്കൽ നിങ്ങൾക്ക് ലഭിക്കും. ആകയാൽ ഇത് പകൽക്കാലം നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ദൈവകൽപ്പന അനുസരിച്ച് വിശ്വാസത്തോടെ അതേ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.